ഓക്കെ ഈ ഒരു മാസം കൊണ്ട് എനിക്ക് 5 കിലോ കുറഞ്ഞു, അപ്പൊ നെക്സ്റ്റ് മന്ത് എനിക്ക് വീണ്ടും 5 കിലോ കുറയും, അതിന്റെ നെക്സ്റ്റ് മന്ത് വീണ്ടും 5 കിലോ കുറയും, അങ്ങനെ ഒരു 3 മാസം കൊണ്ട് 15 കിലോ കുറച്ച് ഞാൻ എന്റെ ഐഡിയൽ വെയിറ്റിലോട്ട് എത്തും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ കംപ്ലീറ്റ്ലി ഇങ്ങനെയൊന്നുമല്ല നമ്മുടെ വെയിറ്റ് ലോസ്. പക്ഷെ ഇതിനേക്കാളും ഒക്കെ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നി, അല്ലെങ്കിൽ നമ്മളെ വെയിറ്റ് ലോസിന്റെ വലിയൊരു ബിഗ് സീക്രട്ട് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം, ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചാലഞ്ച് റണ്ണിങ് ആണ്, എല്ലാവരും അത് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വന്നിട്ട് ഇങ്ങനെ ലോങ് വീഡിയോസിലൂടെ കുറച്ച് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ അത് കുറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ നമ്മുടെ കമന്റ് സെക്ഷനകത്തും എനിക്ക് പേഴ്സണൽ ആയിട്ടും ഒക്കെ വരാൻ തുടങ്ങിയൊരു മെസ്സേജ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ ലാക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും നമ്മുടെ ഈ മൊത്തം കമ്മ്യൂണിറ്റി ഒരു ഫിറ്റ്നസ് റുട്ടീനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഒരു ഭയങ്കര സ്ട്രിക്ട് റുട്ടീനിലൂടെ പോകുന്നു എന്നല്ല, നമ്മളെല്ലാവരും ഒരു എന്താ പറയുക ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വേണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഓൾമോസ്റ്റ് എവറി മന്ത് നമ്മൾ ചാലഞ്ചസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഔട്ട് ഓഫ് ട്രാക്ക് ആവാം, വീണ്ടും തിരിച്ചു വരാം. അപ്പൊ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജേണിയാണ് നമ്മുടെ. അപ്പൊ ഇതിനിടയിൽ നമുക്ക് മോട്ടിവേഷൻ ലാക്കായി പോവുക എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് എന്താ പറയുക നിങ്ങളടുത്ത് സംസാരിക്കാനായിട്ടും ഒരു സോൾ ടോക്ക് എന്നൊക്കെ പറയാം, പിന്നെ ഒരു വലിയൊരു സീക്രട്ട് റിവീൽ ചെയ്യാനായിട്ടും ഒക്കെയാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ അതിനു മുമ്പ് പറയാനുള്ള ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ റമദാൻ ചാലഞ്ച്, ബിഫിക്സ് വേൾഡിലെ റമദാൻ ചാലഞ്ച് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും റിസൾട്ട് ഇത്തവണ നമ്മളെ കുട്ടികൾ നമുക്ക് കാണിച്ചു തന്നു. 7 kgs ഒക്കെ കുറഞ്ഞവരുണ്ട്, 6 kg, 7 kg, 3 kg, 4 kg, 5 kg, അങ്ങനെ അമേസിംഗ് റിസൾട്ട് ആണ് ഇത്തവണ നമ്മുടെ പിള്ളേർ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ അതിന്റെ ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടില്ല, ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു റുട്ടീൻ ഈവൺ ഒരു 1 മന്ത് നമ്മൾ ഫോളോ ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു പ്രോപ്പർ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. അത് തന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ മെയ് മാസത്തിലോട്ടുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ബിഫിക്സ് വേൾഡിൽ. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡിയാസ്റ്റാസിസ് റെക്ടി. ഒരുപാട് പേര് പ്രത്യേകിച്ച് ഡെലിവറി കഴിഞ്ഞവർ അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ആയിരിക്കാം അത്. നമ്മുടെ ഈ വയറിന്റെ ഈ സൈഡിലുള്ള ഈ 2 മസിൽസ് ഇങ്ങനെ വിട്ടുപോയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ നമ്മൾ നോർമലി നമ്മൾ ബെല്ലി കുറയ്ക്കാൻ വേണ്ടി തരത്തിലുള്ള കുറച്ച് വർക്കൗട്ടുകളൊക്കെ ഉണ്ട്, അതായത് ക്രഞ്ചസ്, പ്ലാങ്ക്, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് വേഴ്സ് ആവുകയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഡയാസ്റ്റാസിസ് റെക്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് തന്നെ വേണം, എന്നാൽ മാത്രമേ ഈ ഒരു വിടവ് നമുക്ക് എന്താ പറയുക കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇതിന് പറ്റാത്ത രീതിയിലുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടി വരികയാണ് ചെയ്യുക. പിന്നെ അതൊട്ടും, അതായത് നമ്മൾ വെയിറ്റ് ഒക്കെ കുറയായിരിക്കും, പക്ഷെ നമ്മളെ വയറെപ്പോഴും ഇങ്ങനെ ചാടിയിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കാലമായിട്ട് ഒരുപാട് പേര് നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു DR ബാച്ച് തുടങ്ങുക എന്നുള്ളൊരു കാര്യം. പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ റെഗുലർ ബാച്ചിലാണെങ്കിൽ തന്നെ DR ഉള്ള കുട്ടികൾ ജോയിൻ ചെയ്യാറുണ്ട്. നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുള്ള വർക്കൗട്ടുകളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ നോർമലി എല്ലാം പ്രോപ്പർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചു ഇതിന് വേണ്ടി തന്നെ ഒരു സ്പെഷ്യൽ തെറാപ്പി ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ വിചാരിച്ചിട്ട് ഈ ഒരു മെയ് മാസം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, കഴിഞ്ഞ മാസം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് കുട്ടികളൊക്കെ ജോയിൻ ചെയ്തു. അപ്പൊ ഇത് ഞാൻ ഇവിടെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാണ്. അപ്പോൾ ബിഫിക്സ് വേൾഡിൽ ഇനി മുതൽ DRന് വേണ്ടി ഒരു സെപ്പറേറ്റ് ബാച്ച് തന്നെ ഉണ്ടാവും, ഒരു തെറാപ്പി ബാച്ച് ആയിരിക്കും. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ DR ബാച്ചിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വളരെ നോമിനൽ കോസ്റ്റിലാണ് നമ്മൾ ആ ഒരു പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൽ നമ്മൾ നോർമൽ റെഗുലർ ബാച്ചസ് ഒക്കെ തന്നെയുണ്ട്. 4 വീക്സ് ബാച്ച് ഉണ്ട്, 8 വീക്സ്, പിന്നെ 90 ഡേയ്സ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ബാച്ചസും ഉണ്ട്. പിന്നെ മറ്റൊരു വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ മെയിൽ ക്ലയൻസിനും എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബ്രദർ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെയുള്ള ആളുകൾ ഇങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്കും കൂടി ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്യുകയാണ്. ഇത്രയും നാൾ നമ്മൾ ഫീമെയിൽസിനെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളെ കമന്റ് സെക്ഷനിലൊക്കെ ചിലപ്പോൾ കാണാറുണ്ടോ, അതെന്താ നിങ്ങൾ മെയിൽ ക്ലയൻസിനെ എടുക്കാത്തതെന്ന്. അപ്പോൾ അതിന്റെ കുറച്ച് പ്രൈവസിയും അതിന്റെ റീസൺസ് ഒക്കെ കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം മെയിൽ ക്ലയൻസിനെ നമ്മൾ എടുക്കാതിരുന്നത്. പക്ഷേ ഇനി മുതൽ നമ്മൾ മെയിൽ ക്ലയൻസിനെ എടുക്കും. പക്ഷേ ലൈവ് സെഷൻ അവർക്ക് ഇപ്പം ആസ് ഓഫ് നൗ നമ്മൾ കൊടുക്കുന്നില്ല, കാരണം നമ്മൾ മൊത്തം എന്താ പറയുക ട്രെയിനേഴ്സ് എന്ന് പറയുന്നത് ലേഡി ട്രെയിനേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇതിന് മുമ്പ് നമ്മൾ മെയിൽസിന്, അതായത് കപ്പിൾ ബാച്ചിനൊക്കെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, ലൈവ് സെഷനൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇത്തവണ നമ്മൾ ഡയറ്റ് പ്രോഗ്രാം വെച്ചിട്ട് നമ്മുടെ മെയിൽ ക്ലയൻസിനെ സ്റ്റാർട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷം പയ്യെ നമ്മളൊരു അതിന്റെ ഒരു പോക്ക് അനുസരിച്ചിട്ട് നമ്മളൊരു മെയിൽ ട്രെയിനറിനെയും കൂടെ ഹയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ബിഫിക്സ് വേൾഡിന്റെ കുറച്ച് അപ്ഡേഷൻ ഒക്കെ പറയാനുള്ളത്. അപ്പൊ ഇനി നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം, മോട്ടിവേഷൻ ലാക്കിങ്. അതിനു മുമ്പേ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആളുകൾ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്,
ഏത് ഡയറ്റാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് വർക്ക്ഔട്ട് റുട്ടീൻ ഫോളോ ചെയ്താലാണ് എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക, ഏത് തരത്തിലുള്ള ഡയറ്റ് ഫോളോ ചെയ്താലാണ് എനിക്ക് റിസൾട്ട് കിട്ടുക എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ വെയിറ്റ് ലോസ് ജേണി ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറ്റിനും വർക്ക്ഔട്ടിനും ഒക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ വർക്ക്ഔട്ടിനെക്കാളും ഡയറ്റിന് തന്നെയാണ് പ്രാധാന്യമുള്ളത്. ഞാൻ എപ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് 80% ഡയറ്റ്, 20% വർക്ക്ഔട്ട്, ഈ ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കാറ്. പക്ഷെ ഇതിനേക്കാളും ഒക്കെ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നി, അല്ലെങ്കിൽ നമ്മളെ വെയിറ്റ് ലോസിന്റെ വലിയൊരു ബിഗ് സീക്രട്ട് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം കൺസിസ്റ്റൻസിയാണ്. നമുക്കിപ്പോ എത്ര ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള, ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസത്തേക്കൊക്കെ, ഇപ്പം നമ്മൾ ബിഫിസ്കോണിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, മറ്റ് പല ഓൺലൈൻ പ്രോഗ്രാംസിലോ അല്ലെങ്കിൽ ജിമ്മിലോ ഒക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തേക്കൊക്കെ പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാനിന് 6,000, 8,000 ഒക്കെ പേ ചെയ്ത് ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കസ്റ്റമൈസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വർക്ക്ഔട്ട് സെഷനും ഒക്കെ ഒരുപാട് പേയ്മെന്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് എന്താ പറയുക, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിന്നും വരാം. പക്ഷേ ഇതിനേക്കാളൊക്കെ, ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിനെക്കാളും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൺസിസ്റ്റൻസിയാണ്. നമ്മളിപ്പോ ഒരു 10,000 രൂപ കൊടുത്ത് ഒരു ഡയറ്റ് മേടിച്ചു കഴിഞ്ഞാലും നമുക്ക് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു ഡയറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാലും, നമുക്ക് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു വർക്ക്ഔട്ട് റുട്ടീൻ ഉണ്ടായാലും, ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടായാലും, നമ്മൾ കൺസിസ്റ്റന്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. വെയിറ്റ് ലോസ് അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചെടുക്കുന്ന പോലെയാണ്. ഇപ്പൊ നമ്മൾ എക്സാമിന് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടായി കഴിഞ്ഞിട്ടും കാര്യമില്ല. ആ ടീച്ചർ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മുടെ ബ്രെയിനിലോട്ട് കയറണം, അത് നമ്മൾ പഠിക്കണം, പ്രോസസ്സ് ചെയ്യണം, എന്നാലേ നമ്മുടെ എക്സാം പേപ്പറിൽ അതിന്റെ റിസൾട്ട് കാണുള്ളൂ. അതേപോലെ തന്നെയാണ് ഫിറ്റ്നസ് റിസൾട്ടും അല്ലെങ്കിൽ വെയിറ്റ് ലോസ് എന്നൊക്കെ പറയുന്ന കാര്യം. നമ്മൾ എത്രയൊക്കെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഡയറ്റ് കിട്ടിയാലും, ഒരു ട്രെയിനറിനെ കിട്ടിയാലും, ഒരു ഡയറ്റ് കോച്ചിനെ കിട്ടിക്കഴിഞ്ഞാലും ഒക്കെ ഇത് നമ്മളും കൂടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന റിസൾട്ട് ഒക്കെ, ഇപ്പൊ റമദാൻ ബാച്ചിൽ 7 കിലോ ഒക്കെ കുറഞ്ഞ കുട്ടികൾ എന്ന് പറയുന്നത് അത് അവരുടെയും കൂടി എഫേർട്ടാണ്. അല്ലാതെ ഇതിനകത്ത് നമ്മൾ കൊടുത്ത ഡയറ്റിന്റെ മാജിക്കോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത വർക്ക്ഔട്ടിന്റെ മാജിക്കോ ഒന്നുമല്ല. അവരുടെയും കൂടി എഫേർട്ടാണ് അവിടെ ഉള്ളത്. അവരുടെ എഫേർട്ടിന്റെ കൂടെ ഒരു മാക്സിമം റിസൾട്ട് കിട്ടാനായിട്ട് നമ്മുടെ ഡയറ്റും വർക്ക്ഔട്ടും ഹെൽപ്പ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു ക്രെഡിറ്റും നമ്മൾ എടുക്കുന്നതല്ല. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ഈ ലാക്ക് ചെയ്യുന്ന കാര്യം ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. നമുക്ക് ഒരു വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളിപ്പോ ഒരു ചാലഞ്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ വീക്കിലൊക്കെ ഭയങ്കര ആവേശമായിരിക്കും എല്ലാവർക്കും ചെയ്യാനായിട്ട്. ചാലഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, ചേച്ചി എപ്പോഴാണ് ചാലഞ്ച് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് ഒരുപാട് കമന്റ്സ് കാണാറുണ്ട്. ആ ഒരു 1 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെല്ലെ ഇത് ഡ്രോപ്പ് ആയി പോകും. നെക്സ്റ്റ് ചാലഞ്ചിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ വെയിറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം കൺസിസ്റ്റൻസി ഇല്ലാതെ നമുക്ക് ഒരിക്കലും ആ ഒരു റിസൾട്ടിലോട്ട് നമുക്ക് റീച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് റിസൾട്ട് കിട്ടും. അതായത് ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക, ഒരു മാസം നിങ്ങൾ ഒരു പ്ലാൻ ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 5 kgs കുറഞ്ഞു എന്ന് വരാം. അതാണ് മാക്സിമം വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. 5 kg to 6 kg ചിലപ്പോൾ നമുക്ക് കുറഞ്ഞു എന്ന് വരാം. പക്ഷെ ആ ഒരു മാസം കൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റിൽ 6 കിലോ എനിക്ക് ഈ മാസം കുറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ നെക്സ്റ്റ് മന്ത് മുതൽ ആ കംപ്ലീറ്റ് ജേർണി ഉപേക്ഷിച്ച് നമ്മൾ വേറൊരു പഴയ ലൈഫ് സ്റ്റൈലിലോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറഞ്ഞ വെയിറ്റ് മുഴുവൻ റീഗെയിൻ ആവും. അപ്പൊ അവിടെ ലാക്ക് ചെയ്യുന്ന അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി 6 കിലോ എനിക്ക് കുറഞ്ഞത് ആ ഒരു ഡയറ്റും വർക്ക്ഔട്ടും ഫോളോ ചെയ്തുകൊണ്ടാണ്. പക്ഷെ നെക്സ്റ്റ് മന്ത് അതേപോലെയുള്ള ഒരു ഡയറ്റും വർക്ക്ഔട്ടും ആ ഒരു റുട്ടീനും ഫോളോ ചെയ്താൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ള ഫെർദർ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു ഫെർദർ റിസൾട്ട് കിട്ടാൻ ലേറ്റ് ആവുന്നതിന്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. അതായത് ഒരു മാസം ഫസ്റ്റ്, ഇപ്പൊ ഞാൻ ഒരു ബിഗിനർ ആണ്, ഞാൻ നാളെ മുതൽ എന്റെ ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഒരു മാസം കൊണ്ട് തന്നെ ചിലപ്പോൾ എനിക്ക് 5 കിലോ കുറഞ്ഞെന്നൊക്കെ വരാം. പക്ഷെ അതേ റിസൾട്ട് ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും, എനിക്കറിയില്ല, ഈ വെയിറ്റ് ലോസിനെ പറ്റി എനിക്കൊരു ധാരണയില്ല. അപ്പൊ ഞാൻ വിചാരിക്കും, ഓക്കെ, ഈ ഒരു മാസം കൊണ്ട് എനിക്ക് 5 കിലോ കുറഞ്ഞു, അപ്പൊ നെക്സ്റ്റ് മന്ത് എനിക്ക് വീണ്ടും 5 കിലോ കുറയും, അതിന്റെ നെക്സ്റ്റ് മന്ത് വീണ്ടും 5 കിലോ കുറയും, അങ്ങനെ ഒരു 3 മാസം കൊണ്ട് 15 കിലോ കുറച്ച് ഞാൻ എന്റെ ഐഡിയൽ വെയിറ്റിലോട്ട് എത്തും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ കംപ്ലീറ്റ്ലി ഇങ്ങനെയൊന്നും അല്ല നമ്മുടെ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ മാസം നമുക്ക് കുറയുന്ന ഒരു 6 കിലോ വെയിറ്റ് ആണെന്ന് വിചാരിക്കുക. ആ 6 കിലോ വെയിറ്റിൽ 3-4 കിലോ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ വാട്ടർ വെയിറ്റ് ആണ്. അതിനുശേഷമാണ് നമ്മുടെ റിയൽ ഫാറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സ്റ്റേജ് മുതലാണ് ശരിക്കും, അതായത് ആദ്യത്തെ ഒരു 4 കിലോ ഒക്കെ കുറഞ്ഞ് അതിനുശേഷം ആണ് ശരിക്കും നമ്മൾ റിയൽ ഫാറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ 4 കിലോ ഒക്കെ കുറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. പക്ഷെ പിന്നീട് ഈ റിസൾട്ട് കുറഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ കിട്ടുന്ന സ്പീഡ് അങ്ങ് കുറഞ്ഞു വരുന്ന കാണുമ്പോൾ എല്ലാവർക്കും മോട്ടിവേഷൻ ആണ് ലാക്കാവുന്നത്. മോട്ടിവേഷൻ ലാക്കായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, ഓക്കെ, ഇത് ഞാൻ ചെയ്തിട്ട് കാര്യമില്ല, എനിക്കിപ്പം കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് എനിക്ക് 4 കിലോ കുറഞ്ഞു, അപ്പൊ ഈ 2 ആഴ്ച കൊണ്ട് എനിക്ക് ജസ്റ്റ് 1 കിലോ മാത്രമേ കുറഞ്ഞുള്ളൂ, അപ്പൊ ഞാൻ ചെയ്യുന്നതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചു നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു റൂട്ടീൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. കൺസിസ്റ്റൻസി
അവിടെ സ്റ്റോപ്പായി. കൺസിസ്റ്റൻസി സ്റ്റോപ്പ് ആവുന്ന സമയത്ത് നമ്മുടെ റിസൾട്ടും അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. ഇത് തന്നെയാണ് ഒരുവിധം എല്ലാ ആൾക്കാർക്കും സംഭവിക്കുന്ന കാര്യം. ഈവൻ എനിക്കാണെങ്കിൽ പോലും സംഭവിക്കുന്ന കാര്യമാണ്. എനിക്കും പല സമയത്തും ഞാൻ ഡിമോട്ടിവേറ്റഡ് ആവാറുണ്ട്. പ്രോപ്പറായിട്ട് ഞാനിപ്പോൾ എൻ്റെ ഐഡിയൽ വെയിറ്റിലാണ്, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫാറ്റ് ലോസ് പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഒരു മാസം കൊണ്ട് എനിക്ക് ഇത്ര ഇഞ്ചസ് കുറഞ്ഞിട്ടില്ല എന്ന് കാണുമ്പോൾ ഞാനും ഡിമോട്ടിവേറ്റഡ് ആവാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബാക്ക് ടു, അതായത് വേറെ ഏതെങ്കിലും ട്രാക്കിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും എനിക്ക് വെയിറ്റ് റീഗെയിൻ ആവും. ഇപ്പൊ ലാസ്റ്റ്, അതായത് പിന്നെ മാർച്ച് 31 വരെ എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 52 kg ആയിരുന്നു. ഇപ്പൊ ഞാൻ വെക്കേഷൻ ആയപ്പം ജസ്റ്റ് ഒരാഴ്ച, ഒരു 7 ദിവസം ഞാനൊന്ന് വീട്ടിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു എന്റെ അമ്മയുടെ കൂടെ. പോയി നിന്ന് തിരിച്ചു വന്ന്, അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ കാര്യമായിട്ടുള്ള ഫുഡോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വീട്ടിലുള്ള സമയത്ത് എന്റെ റുട്ടീൻ ഒന്നും പ്രോപ്പർ ആയിരുന്നില്ല. രാത്രിയൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടൊക്കെ ആയിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ജനുവരി മുതൽ മാർച്ച് വരെ എന്റെ വെയിറ്റ് 52 ആയിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ ജസ്റ്റ് ഒരു 7 days പോയി നിന്നപ്പോൾ തന്നെ എന്റെ വെയിറ്റ് 3 kg കൂടി. അതായത് ഞാനിപ്പോൾ 52 ഏകദേശം 54.8 നിൽക്കുകയാണ്. അപ്പൊ എന്റെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറച്ച് ചബ്ബി ആയിട്ടുണ്ടാവും. അപ്പൊ ഞാനിപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. പക്ഷെ ഞാൻ വീണ്ടും എന്റെ ട്രാക്കിലോട്ട് വന്നിട്ടില്ല. ട്രാക്കിലോട്ട് വരാത്ത എന്താ വെച്ചാൽ വിഷുവും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വിഷുവും കൂടെ കഴിയട്ടെ, അന്ന് എന്തായാലും ഒരു മോഡറേറ്റ് ആയിട്ടാണ് കഴിക്കുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാലും ഒരു കറക്റ്റ് റുട്ടീനിലോട്ട് വരണമെങ്കിൽ എന്തായാലും ആ ഒരു ദിവസം കൂടെ കഴിയേണ്ടി വരും എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ വിഷുവും കൂടെ കഴിഞ്ഞിട്ട് മൺഡേ മുതൽ എൻ്റെ ഒരു കറക്റ്റ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് വേണേൽ എനിക്ക് ഡിമോട്ടിവേറ്റഡ് ആവാം. അയ്യോ, ഞാൻ ഇത്രയും ദിവസം 3 മാസം 52 kg ഇരുന്ന് ഞാൻ പെട്ടെന്ന് 3 കിലോ കൂടി. പക്ഷെ എനിക്കറിയാം അതെന്റെ വാട്ടർ വെയിറ്റ് ആണ് കൂടിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ ഒരു പ്രോപ്പർ റുട്ടീൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചത്. ഇത് നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഫിറ്റ്നസ് റുട്ടീൻ ജസ്റ്റ് ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 1-2 കിലോ ഒക്കെ കൂടിയെന്ന് വരാം. അപ്പോൾ അത് നമ്മൾ തിരിച്ച് വീണ്ടും ട്രാക്കിലോട്ട് വന്ന് ആ ഒരു കൺസിസ്റ്റൻസിലൂടെ മുന്നോട്ട് പോവാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഫോളോ ചെയ്യുന്ന ഡയറ്റും വർക്കൗട്ടും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഇതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ ചെക്ക് ലിസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമോ കിട്ടാതിരിക്കുക അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾ നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ വെയിറ്റിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് വെയിറ്റ് കുറയും, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും റീഗെയിൻ ആവും, വെയിറ്റ് കുറയും, റീഗെയിൻ ആവും. ഒരിക്കലും നിങ്ങൾ ഗോളിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് എത്തും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ജേർണിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കാം. മോട്ടിവേഷൻ നമുക്ക് ലാക്ക് ആവാം, പക്ഷെ നമുക്ക് വേറെ ഒരു വഴിയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി. എന്തായാലും നമുക്ക് ഒരു പ്രോപ്പർ വർക്കൗട്ട് റൂട്ടീനും ഡയറ്റും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ വെയിറ്റ് ലോസ് ഗോളിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റൂ. ഇതിനകത്ത് ഒരു കുറുക്ക് വഴികളും ഇല്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു മോട്ടിവേഷന്റെ കാര്യമേ ഇല്ല. നമ്മളെ തന്നെയാണ് നമ്മൾ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. ഞാൻ പല വീഡിയോസിലും പറയുന്ന കാര്യമാണ്, നമ്മൾ ഓരോ ദിവസം പല്ല് തേക്കാനോ അല്ലെങ്കിൽ കുളിക്കാനോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ഡെയിലി റുട്ടീൻ ഫോളോ ചെയ്യാനോ ഒന്നും നമുക്ക് ഒരു മോട്ടിവേഷൻ ഇല്ല. എന്നാൽ എല്ലാ ദിവസവും പല്ലിയേക്കാൻ എന്ത് മോട്ടിവേഷൻ ആണ് നമുക്കുള്ളത്? അതുപോലെ തന്നെയാണ് ഇതും. ആക്ച്വലി ഈ ഒരു വർക്കൗട്ട് ഡയറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു ഡെയിലി റുട്ടീനായിട്ട് നമ്മൾ മാറ്റുകയാണ് വേണ്ടത്. അങ്ങനെ ഡെയിലി റുട്ടീൻ ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് മോട്ടിവേഷന്റെ കാര്യമില്ല. നമ്മുടെ ക്ലയൻസിന്റെ അടുത്ത് നമ്മൾ പറയുന്ന കാര്യമാണ്, ചില ദിവസങ്ങൾ അവർക്ക് ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മോട്ടിവേഷൻ ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ ദിവസവും നിങ്ങൾ ഷോ അപ്പ് ചെയ്യുക. നമുക്ക് ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് 6 AM ആകുമ്പോൾ വർക്കൗട്ട് ചെയ്യാൻ ചിലപ്പം ചില സമയത്തൊന്നും നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമ്മൾ വരിക, അറ്റൻഡ് ചെയ്യുക, പോവുക. ആ ഒരു രീതിയിൽ നമ്മൾ, അതായത് നമ്മുടെ ബോഡിക്ക് വേണ്ട നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ മൈൻഡ് എപ്പോഴും ഡിമോട്ടിവേറ്റഡ് ആയിരിക്കും, പക്ഷെ നമ്മുടെ ബോഡിക്ക് വേണ്ട നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തായാലും തിരിച്ച് അതിനുള്ള റിസൾട്ട് നമുക്ക് ഒരു ദിവസം കിട്ടാതിരിക്കില്ല. മോട്ടിവേഷന്റെ പുറകെ പോവാതെ നിങ്ങളെ തന്നെ നിങ്ങൾ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്താണോ വെയിറ്റ് ലോസിന് വേണ്ടി ഓരോ ദിവസം ചെയ്യേണ്ടത്, ആ ഓരോ ദിവസത്തെ കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഫൈനലി എന്തായാലും നിങ്ങളുടെ ഗോൾ വെയിറ്റിലോട്ട് നിങ്ങൾ റീച്ച് ചെയ്യും. അപ്പൊ അതിന് നിങ്ങൾക്ക് പ്രൊഫഷണലി ഹെൽപ്പ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ഏത് ഫിസിക്കൽ കണ്ടീഷനിൽ ഇരിക്കുന്നവരാണെങ്കിലും എന്ത് തരത്തിലുള്ള അവസ്ഥയിലൂടെ പോകുന്നവരാണെങ്കിലും നിങ്ങളെ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. ഒരുപാട് പേരെ ട്രെയിൻ ചെയ്ത ആ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത്. പല കണ്ടീഷനിലുള്ള ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏകദേശം 3 വർഷമായി നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 5000-ൽ പരം ആളുകളെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. പല സിറ്റുവേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്റെ പ്രശ്നം യുണീക്ക് ആയിരിക്കാം, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം യുണീക്ക് ആയിരിക്കാം, പക്ഷെ എന്നാലും അതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ ഹെൽപ്പ് വേണ്ട സ്ഥലത്ത് ഹെൽപ്പ് ചോദിക്കുക. നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ചോദിക്കുന്നതിന് യാതൊരു കുഴപ്പവും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള പ്രൊഫഷണൽ സപ്പോർട്ടിന് ചിലപ്പോൾ നിങ്ങൾ കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ആ ഒരു എമൗണ്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ഒരു എക്സ്പെൻസ് ആയിട്ട് കാണാതെ അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്, നിങ്ങളുടെ ഹെൽത്തിലേക്കുള്ള, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വേണം കാണാനായിട്ട്. അപ്പൊ അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. എല്ലാവരും പ്രോപ്പർ ആയിട്ട് നമ്മളെ ചാലഞ്ച് ഫോളോ ചെയ്യുക. അപ്പൊ ഈ ഒരു മാസത്തെ ചാലഞ്ചാണ്. ഒരു മാസത്തെ ചാലഞ്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഡയറ്റും വർക്കൗട്ട് റുട്ടീനുമാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരേണ്ട എഫേർട്ടാണ്. ആ എഫേർട്ട് നിങ്ങൾ 100% ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതോ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ടും കിട്ടും. അപ്പൊ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഔട്ട് ഓഫ് ട്രാക്ക് ആണ്. ഞാൻ വീണ്ടും ട്രാക്കിലോട്ട് വരും. എന്താ പറയാ, വരുന്ന മൺഡേ മുതൽ ഞാൻ വീണ്ടും എന്റെ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനിടയിൽ ഞാൻ ഒരു വർക്കൗട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ
ആ ഒരു ചാലഞ്ചിന്റെ കൂടെ, അതായത് അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു എന്താ പറയുക, ഒരു സ്മോൾ ചാലഞ്ച് ആയിരിക്കും, ഒരു 7 days അല്ലെ 14 days വരുന്ന ഒരു ചാലഞ്ച് ആയിരിക്കും നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവരും ആ ഒരു ചാലഞ്ചിന് റെഡി ആയിട്ടിരിക്കുക. ഈ ഒരു ചാലഞ്ച് വേഗം ഫിനിഷ് ചെയ്യുക. പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടട്ടെ, മാക്സിമം റിസൾട്ട് കിട്ടട്ടെ. നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാനുണ്ട്, നമ്മുടെ മൊത്തം ടീം ഇവിടെ ഉണ്ട്. അപ്പം മറ്റൊരു വീഡിയോയോട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.